എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വയറ് സംബന്ധമായിട്ട് രോഗങ്ങൾ കൊണ്ട് അലട്ടുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഹെൽത്ത് ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നെഞ്ചെരിച്ചിൽ, പുളിച്ചു തേട്ടൽ, വയറ് വീർക്കുന്ന ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ ആസിഡ് കയറി വരുന്ന ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പേഷ്യൻസ് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. അതിനെല്ലാം മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ അതുമല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മുന്നോടിയായിട്ട് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെൽത്തി ടിപ്സാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഇഞ്ചിയും അതിൻ്റെ കൂടെ ബ്ലാക്ക് സോൾട്ടും ആഡ് ചെയ്തിട്ടുള്ളൊരു കിടിലൻ ടിപ്പാണ്. ഭക്ഷണത്തിന് ശേഷമാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക, അതിൻ്റെ നീരെടുക്കുക. ആ നീര് ബ്ലാക്ക് സോൾട്ടുമായിട്ട് മിക്സ് ചെയ്യുക. ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. പിങ്ക് സോൾട്ട് പോലെ തന്നെ കറുത്ത് കളറിലുള്ള ഒരു തരം ഉപ്പാണ് ഈ ബ്ലാക്ക് സോൾട്ട് എന്ന് പറയുന്നത്. ഇഞ്ചി നീരിലോട്ട് ഈ ഒരു ഉപ്പ്, ഒന്നോ രണ്ടോ പീസ് ഉപ്പ് കല്ലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് ഭക്ഷണശേഷം കഴിക്കുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കിഡിലൻ ടിപ്പാണ്. ഇത് നിങ്ങൾക്ക് വീക്ക്ലി വൺസോ, അതായത് ആഴ്ചയിൽ 1-2 തവണ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കഴിക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം. കൂടുതൽ തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിന് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കൂട്ടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ മിതമായ രീതിയിൽ ഉപയോഗിക്കുന്നത് ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പെരിഞ്ജീരക വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. പെരിഞ്ജീരകം തലേ ദിവസം തന്നെ രാത്രി ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒന്ന് കുതിർന്നതിന് ശേഷം നെക്സ്റ്റ് ഡേ രാവിലെ ഒന്നില്ലെങ്കിൽ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ മുന്നെയോ, എസ്പെഷ്യലി ഉച്ചഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ മുന്നെയോ നിങ്ങൾ ഡെയിലി എടുക്കുന്നത് കൊണ്ടും യാതൊരുവിധ കുഴപ്പവുമില്ല. ഇതും നമ്മുടെ വയറിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രണ്ടാമത്തെ ടിപ്പാണ്. ഇനി മൂന്നാമതായിട്ട് എന്ന് പറയുന്നത് മഖനയാണ്. നമ്മുടെ ലോട്ടസ് സീഡ് അല്ലെങ്കിൽ ഫോക്സ് നെട്ട് എന്നൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇത് നമുക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇപ്പോൾ കുറുക്ക് പോലെ ആക്കിയിട്ട് കൊടുക്കാറുണ്ട്. മഖനൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു നട്ടാണിത്. ഒരു തരം താമര, ആമ്പൽ, ഇതിൻ്റെയൊക്കെ ഒരു വിത്താണ് ഈ മഖാന എന്ന് പറയുന്നത്. നമുക്ക് കോമൺ ആയിട്ട് നട്ട്സ്, സീഡ്സ് ഒക്കെ കിട്ടുന്ന കടകളിൽ ഇന്നത് അവൈലബിൾ ആണ്. ഇത് നമുക്ക് ഒന്നില്ലെങ്കിൽ റോസ്റ്റ് ചെയ്യാം. വെറുതെ റോസ്റ്റ് ചെയ്തിട്ട് കഴിക്കുന്നത് നമ്മുടെ വയറിലുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകളും ആസിഡിൻ്റെ ബാലൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഓവറായിട്ട് വയറ് സംബന്ധമായിട്ടുള്ള പേഷ്യൻസ് പറയുന്നതാണ് ബോഡി എപ്പോഴും അവർക്ക് ചൂട് പോലെ തോന്നാറുണ്ട് എന്നുള്ളതൊക്കെ. ഇത്തരം ബോഡി ഹീറ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് അവരെ ബോഡി ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട് ഈ മഖന സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ ബൈലിൻ്റെ, പിത്തരസത്തിൻ്റെ ഉൽപാദനത്തിനെ റെഗുലേറ്റ് ചെയ്യാനും അതിനെ തുടർന്നുണ്ടാകുന്ന അമിതമായിട്ട് പിത്തരസം കൂടിയിട്ടുണ്ടാകുന്ന ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ മഖാന സീഡ്സ് കഴിക്കാവുന്നതാണ്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വെറുതെ കഴിക്കാം. നമുക്കൊരു പോപ്കോൺ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ ശരിക്കും ഒരു സ്നാക്ക് ആയിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് ഈ മഖാന എന്ന് പറയുന്നത്. ഇത് വളരെ ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സീഡും കൂടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ കഴിക്കുന്നത് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ എനിക്ക് അടുത്തത് പറയാനുള്ളത് കുറച്ച് ജ്യൂസസിനെ പറ്റിയിട്ടാണ്. ജ്യൂസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വയറിലുണ്ടാകുന്ന ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്ക് ഈ പുളിച്ചു തേട്ടൽ, അതുപോലെ തന്നെ എരിച്ചിൽ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടാകുന്ന എരിച്ചിൽ കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന 3 കിഡിലൻ ജ്യൂസസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നാമത്തത് കുക്കുംബർ ജ്യൂസാണ്. യാതൊരുവിധ കേടും ഇല്ലാത്ത നല്ല കുക്കുംബർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അത് ജ്യൂസ് അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കുന്നത് നമുക്ക് ഈ ആസിഡിൻ്റെ റിഫ്ലക്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ രണ്ടാമത്തെ ജ്യൂസ് ചെരക്ക എന്നൊക്കെ അറിയപ്പെടുന്ന പച്ചക്കറി ഇതുപോലെ തന്നെ നമുക്ക് ജ്യൂസാക്കി കുടിക്കുന്നത് ആസിഡ് റിഫ്ലക്സ് കുറയ്ക്കാനും ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും pH റെഗുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ജ്യൂസ് എന്ന് പറയുന്നത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങയ്ക്കും ഇതുപോലെ തന്നെ പിത്തരസത്തിനെ റെഗുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കുറയ്ക്കാനുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട്.
അതുകൊണ്ട് തന്നെ ബൈല് പോലെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പിത്തരസത്തിൻ്റെ കൂടുതൽ കാരണം ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ഈവൻ ഗോൾഡ് സ്റ്റോൺസ്, പിത്തസഞ്ചിയിൽ ഉണ്ടാകുന്ന കല്ലുകൾ, ഇത്തരം കംപ്ലയിൻസിനൊക്കെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ കുമ്പളങ്ങയുടെ ജ്യൂസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് റോ ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഓലൻ പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നതും വയറിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓലൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പലപ്പോഴും പേഷ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്, വയറിൽ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു കറി ഉണ്ടോ എന്നുള്ളതാണ്. അതിൽ ഒരു അടിപൊളി കറിയാണ്, നമുക്ക് മോര് കാച്ചിയത് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഓലനും നല്ലൊരു ഡൈജഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അധികം മസാലകളോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ഫുഡ് ഐറ്റാണ് ഇത്. നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് കുറയ്ക്കാനും ശോധന ക്ലിയർ ചെയ്യാൻ വരെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ഹെൽത്ത് ടിപ്സ് നിങ്ങളൊന്ന് വീട്ടിൽ 1-2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ബെറ്റർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് ഓക്കെ ആവുന്നുണ്ട്. പക്ഷേ ചില കണ്ടീഷനിൽ പലപ്പോഴും നമുക്ക് മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് ഹോമിയോയിൽ തന്നെ ഒരുപാട് മരുന്നുകൾ ഇതിന് ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾ നോക്കിയിട്ട് എന്താണ് കാരണം എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വ്യക്തിയെയും മെഡിസിനൽ സിംറ്റംസ് എടുത്തിട്ട് അതിനെ റെപ്പട്രൈസേഷൻ ചെയ്തിട്ടായിരിക്കും വ്യക്തികൾക്ക് മരുന്നുകൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് വളരെ സിമ്പിളായിട്ട് മാറ്റിയെടുക്കാൻ പറ്റാറുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ കൺസൾട്ടേഷനോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.